മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്ത, മര്യാദക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാത്ത, യാതൊരു എഡ്യൂക്കേഷണലായ വിവരങ്ങളും ഇല്ലാത്ത എത്രയോ മനുഷ്യന്മാര് കച്ചവടത്തിലൂടെ മറ്റു വരുമാനങ്ങളിലൂടെ നല്ല അടിപൊളിയായി ജീവിക്കുന്നു. ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടായിട്ടും ഒരു ജോലിക്ക് വേണ്ടി എത്രയോ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്ത് പ്രശ്നം പറ്റിയത്? അള്ളയാണ് റിസ്ക് കൊടുക്കുന്നത്. ചിലർക്കത് പിടിക്കും, ചിലർക്കത് അയച്ചിട്ട് കൊടുക്കും. ഈ ബോധം നമുക്ക് വേണം. എന്റെ റിസ്ക് തീരുമാനിക്കുന്നത് എന്റെ റബ്ബാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്മാരോട് പറഞ്ഞത്, നീ കച്ചവടത്തിലും ജോലിയിലും ഒക്കെ ചിന്തിക്കുമ്പോ എത്രയും പെട്ടെന്ന് പണക്കാരനാകാമെന്ന ചിന്ത കടന്നു വരരുത്. ഏറ്റവും ഖൈറുള്ള ബറക്കത്തുള്ള സമ്പാദ്യം ഖലീലുൻ ദായിമുൻ ഖൈർ മിൻ കസീരിൻ മുൻഖതി. ഇത് പഠിച്ചാൽ മതി. ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉപദേശമാണ്. ഖലീലുൻ ദായിമുൻ ഖൈർ, നിത്യമായി കൊണ്ട് കിട്ടുന്ന കുറഞ്ഞ ലാഭം, എന്നും കിട്ടുന്ന കുറഞ്ഞ ലാഭം, അതാണ് ഖൈറുൻ, നിനക്ക് നല്ലത്. മിൻ കസീരിൻ മുൻഖതി, എപ്പോഴോ ഒരിക്കൽ കിട്ടുന്ന വലിയ ലാഭത്തേക്കാൾ, ഏതോ ഒരു സീസണിൽ കുറച്ച് പൈസ കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്നും ചെറിയ ലാഭം കിട്ടി അതിൽ നിന്ന് ജീവിക്കലാണോ നിനക്ക് നല്ലത്? നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആ ഖലീലായതിലാണ് ബറക്കത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശങ്ങൾ കൊടുത്തു. നമ്മുടെ ജീവിതത്തിന്റെ സുഖങ്ങളിൽ, സമ്പാദ്യങ്ങളിൽ ഖൈറുണ്ടാവാൻ നബി തങ്ങൾ ഒരിക്കൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതത്തിൽ ബറക്കത്ത് കൊടുക്കണേ. രാവിലെ കച്ചവടം ചെയ്യാം, വൈകുന്നേരത്തല്ല നമ്മുടെ കച്ചവടം, രാവിലെയാണ് നമ്മൾ കച്ചവടം ആരംഭിക്കേണ്ടത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ ബർക്കത്ത് കൊടുക്കണേ. നമ്മൾ സുബഹിസ്കാരം കഴിഞ്ഞ് ആരംഭിക്കുക. നേരത്തെ നേരത്തെ വീട്ടിൽ പോകുക. അത് 11-12 മണിയായിട്ട് കുടുംബത്തിന് നമ്മളെ കിട്ടുന്നില്ല, മക്കൾക്ക് നമ്മളെ കിട്ടുന്നില്ല, മാതാപിതാക്കൾക്ക് നമ്മളെ കിട്ടുന്നില്ല. പിന്നെ എന്ത് ജീവിതമാണ് അതിനുള്ളിലുള്ളത്? അതുകൊണ്ട് നബി തങ്ങൾ ആ പ്രഭാതത്തിന് വേണ്ടി ബറക്കത്ത് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. സഹാബിമാരിൽപ്പെട്ട സ്വഹർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാ, റജുലൻ താജിറൻ, നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു. വകാന യബ്അസു തിജാറതുഹു മിൻ അവ്വലിൻ നഹാർ, അദ്ദേഹം തന്റെ കച്ചവടത്തിലുള്ള ആളുകളെ പറഞ്ഞയക്കാറ് തുടക്കത്തിൽ രാവിലെ ആയെന്ന്, പകലിന്റെ ആദ്യ ഭാഗത്ത് രാവിലെ നേരത്തെ കച്ചവടത്തിന് വിടും. എന്തുണ്ടായത്? അദ്ദേഹത്തിന് അഭിവൃദ്ധി ഉണ്ടായി, സമ്പത്തിൽ ആധിക്യമുണ്ടായി. ഇതൊരു ബറക്കത്ത് നിശ്ചയിക്കപ്പെട്ട രംഗമാണ്. അതുകൊണ്ട് ആ രംഗത്തേക്ക് നമ്മൾ ശ്രദ്ധയുണ്ടാവണം. മറ്റുള്ളവരെന്ത്, മറ്റു ആളുകളൊക്കെ എങ്ങനെ, അതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ആ നിലക്ക് റബ്ബിന്റെ ഒരു ഹദീസിന്റെ വചനം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ചില കച്ചവടക്കാരെ കാണാം, അവന്റെ ആ പരിപാടി മാത്രമേ ഉള്ളൂ. ദീനോ, ഇസ്ലാമോ, കുടുംബമോ, നാടോ, പള്ളിയോ, ഖുർആനോ ഒന്നും അവന് ബാധകമില്ല. അവനൊരു കച്ചവടക്കാരൻ മാത്രം. ഉലമാക്കന്മാര് പറയാണ്, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ദൗസരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിൽ പറയുന്നുണ്ട്, കച്ചവടക്കാര് ശ്രദ്ധിച്ചോളൂ, ഇന്നൽ ഇഷ്തിഗാലു ബിത്തിജാറതി, ചില ആളുകൾ കച്ചവടത്തിൽ വ്യാപൃതരാണ്. ഇദാ ഖദത് നഖസം ബിത്താഅതി, അല്ലാഹനെ അനുസരിക്കേണ്ടുന്ന നന്മയുടെ നല്ല കാര്യങ്ങളിൽ അവരെങ്ങാനും കുറവ് വരുത്തിയാൽ, പള്ളിക്ക് ജമാഅത്തിനില്ല, ജുമാക്ക് ഒഴിവുണ്ടാകുമ്പോൾ സൗകര്യം പോലെ പോരും, ക്ലാസ്സുകൾ, ദീനി വിജ്ഞാനങ്ങൾ അവന്റെ ബാധ്യതയല്ല, കുടുംബവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നന്മകളിൽ, ത്വാഅത്തുകളിൽ അവൻ മാറി നിൽക്കുന്നു, അതിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നു, അതിൽ പരിഗണിക്കാതിരിക്കുന്നു. ലം യകുൻ മുബാഹൻ, അവന്റെ ആ കച്ചവടം അവന് അനുവദനീയമല്ല. ബൽ യുക്റഹു, അത് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാണ്. ഔ യുഹറമു, അല്ലെങ്കിൽ അത് ഹറാമിലേക്ക് വരെ എത്തിപ്പെടും. നിസ്കാരമില്ല, ജുമുഅയില്ല, വേറെ ദീനിന്റെ യാതൊരു നിബന്ധനകളും ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ അവന്റെ കച്ചവടത്തെ മക്റൂഹിലേക്ക്, ഹറാമിലേക്ക് ചേർക്കണമെന്ന് എന്റെ വാക്കുകളല്ല, ഷെയ്ഖ് അബ്ദുറഹ്മാൻ ദൗസരി റഹ്മത്തുള്ളാഹിയുടെ കിതാബിൽ. അതുകൊണ്ട് അവിടെയാണ് മനുഷ്യൻ, നമ്മൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വേറിട്ട് നിൽക്കുന്നു. കച്ചവട രംഗത്തൊരു വർഷം കഴിയുമ്പോ സകാത്ത് കൊടുക്കണം, റമദാൻ കാത്തിക്കണ്ട എന്നാണ് കട ആരംഭിച്ചത്.
എത്രയാണ് അതിൽ സ്റ്റോക്ക് ഉള്ളത്, എത്ര കിട്ടാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എത്ര ചെലവുണ്ടായി തുടങ്ങിയവയൊക്കെ വെച്ച് വർഷത്തിൽ ഒരിക്കൽ സകാത്ത് കണക്ക് കൂട്ടി അത് കൊടുക്കണം. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു, വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. മുഅ്മിനീങ്ങൾ സകാത്ത് കൊടുക്കുന്നവരായിരിക്കും. എന്തിനാ സകാത്ത്? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അവരെ ശുദ്ധീകരിക്കുക, അവരുടെ സമ്പത്ത് ശുദ്ധീകരിക്കുക, അവരെ തസ്കിയത്ത്, അവരെ തഹൂറാക്കിയെടുക്കുക, അവരുടെ സമ്പത്തിനെ അതിൽ നിന്നുള്ള ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന ബാധ്യതയെ കൊടുത്ത് ശുദ്ധീകരിക്കുകയാണ് സകാത്തിലൂടെ. അത് കൊടുക്കണം. പിന്നെ എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ദിവസവും ഇറങ്ങി പുറപ്പെടും നമ്മൾ. നമ്മുടെ കച്ചവടം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് ദുനിയാവ് പിടിച്ചടക്കാനാവരുത്, ആഖിറമാകണം. ഉലമാക്കന്മാർ പറയാ, ആഖിറമാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം, എന്റെ ഈ ജീവിത മാർഗം കൊണ്ട് എന്റെ ആഖിറത്തിന് നഷ്ടം വരുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. ആഖിറമാകണം നമ്മുടെ ഹമ്മ്. ഇൽമ് നേടാൻ പറ്റുന്നിടത്തോളം കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികമായ എന്തൊക്കെ ഇൽമുണ്ടോ അതൊക്കെ പഠിക്കണം. അത് പഠിക്കണം. അവർ അതിന്റെ ടെക്നിക്ക് പഠിച്ചാൽ പോരാ, മതപരമായ വശം കൂടെ പഠിക്കണം. കിതാബിൽ പറയുന്നുണ്ട്, ഫിഖ്ഹിന്റെ കിതാബുകൾ പറയാണ്, ഒരു മനുഷ്യൻ കച്ചവടം ചെയ്യുമ്പോ അയാൾ കച്ചവടത്തിന്റെ ഇസ്ലാമിക നിയമം പഠിക്കണം, അത് വേടിക്കുന്നവന്റെ നിയമങ്ങൾ പഠിക്കണം. വൽ ഹലാലി വൽ ഹറാം, അതിൽ ഹലാൽ എന്ത് ഹറാം എന്തെന്ന് പഠിക്കണം. എന്നിട്ട് ആ രംഗത്ത് ഇറങ്ങാൻ പാടുള്ളൂ. വർഷം 30 കഴിഞ്ഞിട്ട് ഇപ്പോഴും നമുക്ക് അറിയില്ല ഇന്ന സാധനങ്ങൾ വിൽക്കാൻ പാടില്ല, ഇന്നത് കൊടുക്കാൻ പാടില്ല, ഇന്നത് വെക്കാൻ പാടില്ല. ഇതൊക്കെ ആര് പഠിക്കണം? അവരോരോരുത്തരും അറിയണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, 2ാം ഖലീഫ, അന്ന് കച്ചവടത്തിൽ ഡെവലപ്പായി മദീനയ്ക്ക് വലിയ ഉയർച്ചയിലും പുരോഗതിയിൽ നിൽക്കുന്ന കാലഘട്ടം. അന്ന് ഉമർ റളിയല്ലാഹു പറയാണ്, ലാ യബീഉ ഫീ സൂഖിനാ, നമ്മുടെ ഈ അങ്ങാടിയിൽ ഒരു കച്ചവടക്കാരൻ ഉണ്ടാകാൻ പാടില്ല, ഇല്ലാ മൻ ഖദ് തഫഖഹ ഫിദ്ദീൻ, മതത്തിൽ നല്ല ബോധമുള്ള അറിവുള്ളവനല്ലാതെ. ഇവിടെ ഒരു കച്ചവടക്കാരുണ്ടോ, അയാൾ മതത്തില് കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് അറിയാത്തോൻ ഈ അങ്ങാടിയിൽ കച്ചവടത്തിന് വരണ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ ഗുണം? കൊടുക്കുന്നവനും വാങ്ങുന്നവനും സന്തോഷകരമായ ഒരു കച്ചവട രൂപത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇത് യാതൊരു ബോധവുമില്ല. അല്ലാമ അഹ്മദ് ഷാക്കിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാ, ഹത്താ യഅരിഫ മാ യഖുദു വമാ യദ, ഒരു കച്ചവടക്കാരൻ പഠിക്കണം എനിക്കെന്ത് സ്വീകരിക്കാൻ പറ്റും, എനിക്കെന്തൊക്കെ ഒഴിവാക്കണം. വഹത്താ യഅരിഫ ഹലാലിൻ വൽ ഹറാം, എന്റെ കച്ചവടത്തിൽ എന്തൊക്കെ ഹലാലുണ്ട് എന്തൊക്കെ ഹറാമുണ്ട് എന്നയാൾ പഠിച്ചു മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. ഇല്ലെങ്കിൽ ദിവസവും വൈകുന്നേരം തന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്വത്ത് മക്കൾക്ക്, കുടുംബത്തിന് ഈ ഹറാമല്ലേ ഭക്ഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കച്ചവടത്തിൽ കളവ് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരുണ്ടെങ്കിൽ ആ സ്വഭാവം ഇനി അവസാനിപ്പിക്കണം. ചില ആളുകളൊക്കെ പച്ചക്ക് വല്ലാഹി പറഞ്ഞിട്ടാണ്, ആണോ അറിയാം, പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞിട്ട് കച്ചവടത്തിൽ ആളുകളുടെ ഈമാൻ വരെ പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. നാട്ടിലൊക്കെ എന്തൊക്കെ കച്ചവടങ്ങളാണ്. നിങ്ങൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മോതിരം തരും, അല്ലെങ്കിൽ ഒരു മാല തരും. അതങ്ങ് കയ്യിൽ പിടിച്ചാണ്ടല്ലോ മോനെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിനക്ക് ബർക്കത്ത് തന്നെയാണ്. അത്രക്ക് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക, ഈമാൻ വരെ പൊട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദര, നിന്റെ കച്ചവട വസ്തുവിന്റെ പേരിൽ നീ നിന്റെ അടുത്ത് വന്ന കസ്റ്റമറോട് കളവ് പറയുകയാണെങ്കിൽ, നീ കച്ചവടത്തിൽ കളവ് പറയുന്നു, ആ വസ്തുക്കളുടെ ന്യൂനതകൾ നീ മറച്ചു വെക്കുന്നുവെങ്കിൽ, മുഹിക്കത്ത് ബറക്കത്ത് ബൈഹിമാ, നിങ്ങളുടെ കച്ചവടത്തിന്റെ ബറക്കത്ത് നീക്കം ചെയ്യപ്പെടും. നോണ പറഞ്ഞ് പറ്റിച്ചിട്ടാണെങ്കിൽ അതിൽ ബർക്കത്തിൽ പൈസ ലാഭം ഉണ്ടാവും, ബർക്കത്ത് നേടാൻ കഴിയില്ല. ഉലമാക്കന്മാർ വിശദീകരിച്ച് പറയാണ്, കച്ചവടക്കാരോട് പറയാണ്, നിങ്ങൾ നന്നായിട്ട് ദാനം ചെയ്യണം. ഇവിടെ പിരിവിന് വേണ്ടി പറയണതല്ല, സ്വതക്ക ചെയ്യണം. അർഹതപ്പെട്ട ആളുകൾക്ക് വേണ്ടതുപോലെ നമ്മുടെ സമ്പത്ത് സ്വതക്ക പോകണം. എന്താ കാരണം പറഞ്ഞറിയോ? ഒരിക്കൽ നബി തങ്ങൾ വിളിച്ചു, യാ മഅ്ശറത്ത് തുജാർ, കച്ചവടക്കാരെ, ഇന്ന ശൈത്താന വൽ ഇസ്മ യഹ്ളുറാനിൽ ബൈ, ശൈത്താനും പാപങ്ങളും കച്ചവടക്കാരിൽ ഹാളറാകും.
തന്റെ കച്ചവടം ഫസാദാക്കാൻ ശൈത്താൻ ഇടപെടും. പാപങ്ങൾ പലതും അതിൽ കടന്നു വരും. നിങ്ങൾ എങ്ങനെയാ പരിഹരിക്കേണ്ടത്? ഫശൂബൂ ബൈഅകും ബിസ്സദഖ. നിങ്ങൾ നിങ്ങളുടെ കച്ചവടത്തിലെ പോരായ്മകൾ നികത്താൻ സ്വദഖ കൊണ്ട് പരിഹാരം കാണണം. സ്വദഖ കൊണ്ട് നിങ്ങൾ അതിന് പരിഹാരം കാണണം. നമ്മുടെ കച്ചവടത്തിൽ എത്ര രൂപ സ്വദഖ കൊടുത്തിട്ടുണ്ട്? നമ്മുടെ വിഹിതത്തിൽ നിന്ന് എത്ര പേർക്ക് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്? എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ വന്ന് കിഡ്നിയുടെ പ്രശ്നം, രോഗത്തിന്റെ പ്രശ്നങ്ങൾ, വിവാഹ ജീവിതത്തിലെ ഒരു വീടില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ, എത്ര പ്രശ്നങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ആ വരുന്നവരെ ആട്ടിപ്പായിക്കുന്ന സമ്പ്രദായം നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങൾ സ്വദഖ കൊണ്ട് നിങ്ങളുടെ കച്ചവടത്തെ നന്നാക്കിക്കോ. ഇല്ലെങ്കിൽ അവിടെ ശൈത്താനും ഇസ്മും പാപങ്ങളും പിശാചും നിന്റെ കച്ചവടത്തെ സ്വാധീനിക്കും. അത് ശ്രദ്ധിക്കാനുള്ള പരിഹാരമാണ് സ്വദഖ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നമ്മുടെ ഈ ഒരു ജോലി, ഈ കച്ചവടത്തിൽ നമ്മുടെ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് പോവാനും പരലോകത്തൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും കുടുംബത്തിൽ ഹറാമ് കലരാതിരിക്കാനും ശ്രദ്ധയുണ്ടാവണമെന്നാണ് ആകെ പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, ജീവിത മേഖലകളിലെല്ലാം അല്ലാഹു ഖൈറും ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.